ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് വളരെ ഒരു തോന്നലുണ്ട്, ഇത് നിർത്തിയേക്കാം എന്നുള്ള തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 2-3 വീഡിയോ എൻ്റെ വേറൊരു ചാനലിട്ടത്. എന്തായാലും ഈ ഒരു ചാനൽ വന്ന ഒരു കമൻറ്റിനുള്ള മറുപടി ഈ ചാനൽ തന്നെ ഇടണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഷോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോങ് വീഡിയോനെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട ആ ഒരു സംഭവത്തിന് നമ്മുടെ സുഹൃത്ത് ഹൈറിച്ച് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: എന്തിനാടോ നീ ആരാൻ്റെ ഷോപ്പ് കൊടുത്തതിന് നീ ഇങ്ങനെ സന്തോഷിക്കുന്നത്, നീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? അത് ഹൈറിച്ചിൻ്റെ ഷോപ്പായിരുന്നില്ല, അത് വാടക കെട്ടിടമായിരുന്നു, അത് തിരികെ കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിനോടും ഇതുപോലെ സംശയമുള്ളവരോടും ചോദിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ: എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് എടുക്കുന്നു, ആ ഷോപ്പ് നിങ്ങളോട് ഒഴിയാൻ പറയുന്നു. ഒഴിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സാധനങ്ങൾ വേറെ ആരെങ്കിലും ആണോ കൊണ്ടുപോവുക, പോലീസാണോ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളാണോ ആ സാധനങ്ങളുടെ ഉടമ ആവുക എന്നാണ്. നിങ്ങളുടെ ഒരു ഷോപ്പിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പ് നിങ്ങളോട് ഒഴിയാൻ പറയുന്നു, നമ്മൾ ഒഴിയുന്ന സമയത്ത് എന്തിനാണ് അത് കളക്ടറോട് ലേലം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്നാണ്. ബഡ്സ് അതോറിറ്റിയോട് ലേലം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബഡ്സ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഡ്സിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റിയാണ്. അതിൻ്റെ സംസ്ഥാനത്തെ അധികാരപ്പെടുത്തിയ ആളാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി. അപ്പോൾ അദ്ദേഹത്തിനോടാണ് ഇത് ലേലം ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: ഇവർ നടത്തിയിരുന്നത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്, അല്ലെങ്കിൽ അനധികൃത നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള ബിസിനസ് ആണ് എന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ അത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയോട് വിറ്റിട്ട് കാശാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചവർക്ക് എമർജൻസി ആയിട്ട്, ഇനിയിപ്പോൾ നമ്മൾ ഈ കോടതിയിലേക്ക് ആരെങ്കിലും പോയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ മകളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ എനിക്ക് ചികിത്സയ്ക്ക് ഇത്ര ചിലവുണ്ട്, എൻ്റെ നിക്ഷേപം ഇത്രയുണ്ട്, അതിൻ്റെ രേഖകൾ സഹിതം കാണിച്ചു കഴിഞ്ഞാൽ ഈ കോടതി അതിൽ നിന്ന് റിലീസാക്കാൻ വേണ്ടി പറയും. അങ്ങനെയുള്ള പ്രൊവിഷൻ അടക്കം എമർജൻസി ആവശ്യങ്ങൾക്ക് പണം റിലീസ് ചെയ്ത് കൊടുക്കാൻ കോടതിയിൽ തീരുമാനമൊന്നും വേണ്ട, ആരെയും ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പോലും പ്രൊവിഷൻ ഉള്ള ഒരു ആക്റ്റാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിയോട് ലേലം ചെയ്ത് വിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് വരാൻ പോകുന്ന വിധി എന്ന് പറയുന്നത് പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രീസിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫ്രീസ് ചെയ്ത നടപടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവരോട്, അറ്റാച്ച് ചെയ്താൽ മാത്രമേ അത് ജില്ലാ കളക്ടർക്ക് അധികാരപ്പെടുത്തി ആ സാധനങ്ങൾ, അവിടെയുള്ള ഫർണിച്ചർ എല്ലാം തന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്വത്തായി മാറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവർ ലേലം ചെയ്ത് അത് ക്യാഷാക്കി മാറ്റുക എന്നുള്ളതാണ്. ക്യാഷാക്കി മാറ്റിയതിന് ശേഷം ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ മുൻപാകെ വന്നിരിക്കുന്ന ക്ലെയിം പെറ്റീഷൻസ്, ബഡ്സ് ആക്ടിലെ ക്ലെയിം പെറ്റീഷൻ എന്നാണ് അതിന് പേര് പറയുക. ക്ലെയിം പെറ്റീഷനിൽ അവരുടെ നിക്ഷേപങ്ങളും അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ പരിശോധിച്ച ശേഷം അവർക്ക് ഈ ഒരു തുകയിൽ നിന്ന് എത്രയാണോ കൊടുക്കാൻ സാധിക്കുക ആ തുക അവർക്ക് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പരാതിക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ED അറ്റാച്ച് ചെയ്യാത്ത 10 കോടിക്കടുത്തുള്ള അക്കൗണ്ടുകൾ ബഡ്സ് അതോറിറ്റി ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു എമൗണ്ട് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ ബാങ്കുകളെ സമീപിച്ച് ആ അക്കൗണ്ടുകൾ കലക്ടറുടെ കൺട്രോളിലേക്ക് മാറ്റാൻ സാധിക്കും. അതിൽ നിന്ന് കോടതിയുടെ വിധി അനുസരിച്ച് കോടതിക്ക് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് കോടതിയുടെ സമ്മതത്തോടു കൂടി നിക്ഷേപകർക്ക് എത്രയും പെട്ടെന്ന് പണം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ എന്നറിയില്ല, ഒരുപാട് നേരം നമ്മുടെ ഈ കമ്പനിയുടെ CEO ആയ ശ്രീനാഥ് പ്രതാപനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് തോന്നുന്നു. അവരിപ്പോഴും പറയുന്നത് കമ്പനിക്ക് മാത്രമേ പണം തിരികെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവരും ശ്രമിക്കുന്നത് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അത് അവർ ബിസെയർ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ബിസെയറും ഹൈറിച്ചും എല്ലാം തട്ടിപ്പാണ്. തട്ടിപ്പല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യൂ. ബഡ്സ് ആക്ട് 2021 ഇവിടെ ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നിധി കമ്പനിയുടെ സ്വത്തുക്കൾ ഫർണിച്ചർ ഇതുപോലെയുള്ള ഫർണിച്ചർ വിറ്റിട്ട് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് അതത് ജില്ലാ കലക്ടറെ ബന്ധപ്പെട്ട് അവിടുന്ന് അവർ വേണം പരിശോധന കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ ജില്ലാ കളക്ടറിലേക്ക് നിങ്ങളുടെ പരാതികൾ ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിർബന്ധമായും FIR നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ഏത് റീഡർക്കാണോ കൊടുത്തിരിക്കുന്നത് അത് രേഖ വേണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ വേണം. പിന്നെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് പണം തിരികെ വേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫ്രണ്ട് പേജ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എല്ലാം തന്നെ വ്യക്തമായി എഴുതണം. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കാം നിങ്ങൾക്ക് പണം തിരികെ കിട്ടുക, എന്നിട്ട് അതിനൊരു കവറിങ് ലെറ്ററും കൂടി വേണം. നിങ്ങൾക്ക് അതത് ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരാതി നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെയും ബന്ധപ്പെടാം. ഞാൻ ഇതിനെക്കുറിച്ച് അധികാരികളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ചിത്രം ഞാനും ഒരു ഐഡിയ എൻ്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ ആരോ പർച്ചേസ് ചെയ്തിട്ടെന്നോ എനിക്ക് കോടിക്കണക്കിന് രൂപയാണ് മന്ത്ലി മറ്റ് കമ്പനികൾ തരുന്നത് എന്നുള്ളതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളില്ല. അത് ശ്രീനാഥ് പ്രതാപൻ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളതിങ്ങനെ പറയുന്നതേ ഉള്ളൂ, അതൊന്നും നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത്. നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും നാളത്തെ വിധി ഓർത്ത് ആരും തന്നെ സങ്കടപ്പെടേണ്ടത് ആവശ്യമില്ല. നാളെ ഹൈറിച്ചിന് അനുകൂലമായിരിക്കില്ല വിധി എന്നാണ് ഇവിടെയുള്ള കാര്യങ്ങളും സൂചനകളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറയാൻ സാധിക്കുക. ബൈ.